ഇന്ന് വനമേഖലയിലടക്കം വ്യാപക തിരച്ചിലാണ് സൈന്യം നടത്തിയത്. ഹെലികോപ്റ്ററിൽ സേനാ വിഭാഗങ്ങളെ അവിടേക്ക് വളരെ ദുർഘടമായ ഭൂപ്രകൃതിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് അവരെ തിരച്ചിലിന് വേണ്ടി നിയോഗിക്കുകയായിരുന്നു. മനുഷ്യസാധ്യമല്ല ആ പ്രദേശത്ത് ചെന്ന് പരിശോധന നടത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇന്ന് സൈന്യം നിർവഹിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. ബിജു പങ്കജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, ഇന്ന് സൈന്യം വളരെ സാഹസികമായ ഒരു ദൗത്യമാണ് നടത്തിയത്. മനുഷ്യർക്ക് നേരിട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ഭൂപ്രകൃതിയിൽ ചെന്ന് അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ടോ എന്ന് തിരയുകയാണ് ചെയ്തത്. നാളെയും ഈ തിരച്ചിൽ തുടരും, അല്ലേ? അത് പറഞ്ഞ കൃത്യമാണ്. കാരണം ദൃശ്യങ്ങൾ കാണുന്ന പോലെ മനുഷ്യനെത്താൻ കഴിയാത്ത ഒരു പ്രദേശത്ത്, അതും ഒരു ദുരന്തമുണ്ടായ പ്രദേശത്ത് ആർമിയും അതുപോലെ തന്നെ വനംവകുപ്പും സംസ്ഥാന പോലീസും കൂടെ ഒരുമിച്ച് ചേർന്ന ഒരു ദൗത്യ സംഘം അവിടെ എത്തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പക്ഷേ ആദ്യമാണ്. കാരണം ഇതിൽ രസകരമായൊരു തമാശ, ആദ്യം ഈ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ഈ സംഘത്തിൽ ചേർത്ത് അവരാദ്യമായിട്ടാണ് ഈ ഹെലികോപ്റ്ററിൽ തന്നെ കയറുന്നത്. അവർ ഈ പറയുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം അറിയാവുന്നവരാണ്. അങ്ങനെ അവരും അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്കൊക്കെ കാട്ടിൽ തെരച്ചിൽ നടത്തുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുണ്ട് പോലീസിൻ്റെ. 10 വർഷമായി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിലെ സംഘങ്ങളും അതുപോലെ ആർമിയുടെ സംഘങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് ആണ് ഈ ദൗത്യം നടക്കുന്നത്. നമ്മൾ രാവിലെ ഈ പരേഡ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഈ ആർമി ഉദ്യോഗസ്ഥർ ഇവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഹെലികോപ്റ്ററിൽ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ താഴേക്ക് ഇറക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് പോലും ഒരു അമ്പരപ്പുണ്ടോ. കാരണം ഒരു ബക്കറ്റ് പോലെയുള്ള ഒരു സാധനത്തിൽ ഹെലികോപ്റ്ററിൽ കയറി ഇരുന്നിട്ട് അതിൽ താഴേക്ക് ഇറങ്ങുക, എന്നിട്ട് വന്യമൃഗങ്ങളടക്കമുള്ള ഒരു ടെറൈനിൽ, അതും ദുരന്തത്തിലെ പൊട്ടിയൊലിച്ചു പോയൊരു പ്രദേശത്ത് മൃതദേഹങ്ങൾ തിരയുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു അവരെ സംബന്ധിച്ച് വലിയ സംഭവമാണ്. കാരണം ഇവരെയൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഇത്തരം ഒരു മിഷൻ, അതായത് 150 പേരുടെ മൃതദേഹങ്ങൾ കിട്ടാനുള്ളപ്പോൾ വന്യമൃഗങ്ങളടക്കമുള്ള ഈ പ്രദേശത്ത് ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ആ പരിശോധന നടത്തുക എന്നുള്ളതിന് വലിയ റിസ്ക് ഓപ്പറേഷനാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു അമ്പരപ്പായിരിക്കും ഉണ്ടാകുക. അവർ ഇതുപോലുള്ള ടെറൈനിൽ ഇറങ്ങിയിട്ട് മൃതദേഹങ്ങൾ തിരയുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അപ്പോൾ ഇന്ന് നടത്തിയ പരിശോധനയിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പം ഇന്ന് അവിടെ വിസിറ്റ് ചെയ്ത MR അജിത് കുമാർ ഹെലികോപ്റ്ററിൽ കയറി അവിടെ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര സ്റ്റീപ്പായൊരു പ്രദേശമാണ്. ഈ പാറക്കെട്ടുകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഒരിക്കലും നമുക്ക് കടന്നെത്താൻ പ്രദേശത്ത് ഇവിടെ പരിശോധന നടത്തുന്ന റിസ്ക് ഓപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് 6 കിലോമീറ്റർ ലക്ഷ്യമിട്ടെങ്കിലും 4 കിലോമീറ്റർ ഈ തെരച്ചിൽ നടത്തി എന്നുള്ളത് വലിയ കാര്യമാണ്. നാളെ അതുകൊണ്ട് ആർമിയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആർമി കഡാവർ ഡോഗുകൾ, അതായത് ഈ പ്രദേശങ്ങളിൽ മൃതദേഹങ്ങളുടെ മണം കണ്ടുപിടിച്ച് അവിടെ തെരച്ചിൽ നടത്താനുള്ള പ്രത്യേക ആർമി ഡോഗുകളുടെ സഹായം കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ആർമി ഡോഗുകളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് ഈ ദൗത്യ സംഘത്തിനൊപ്പം അവിടെ ഇറക്കി പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ഒരുപക്ഷെ കേരളം പോലും കണ്ടിട്ടില്ലാത്ത ഒരു മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി ഇക്കാര്യത്തിൽ വലിയ കാര്യമാണ്. കാരണം അവർക്ക്, അതായത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബന്ധുക്കൾക്ക് ഒരു പ്രത്യാശ നൽകിക്കൊണ്ടാണ് എല്ലാ ശ്രമങ്ങളും നടത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ആർമിയുടെ കൂടെ ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടേ ഇറക്കി ഈ പറയുന്ന ദൗത്യ സംഘത്തിനൊപ്പം തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും, അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവും. കാരണം തികച്ചും ദുഷ്കരമായൊരു പ്രദേശത്ത് ഇതുപോലൊരു ബക്കറ്റ് പോലുള്ളൊരു ഒരു സാധനത്തിൽ ഇവരെ താഴേക്ക് എത്തുന്നു. അതിനുശേഷം അവിടെ തിരച്ചിൽ നടത്തുന്നു. വന്യമൃഗങ്ങളടക്കമുള്ള ഒരു മേഖലയാണ്. പിന്നീട് അവിടുന്ന് അതേ സാധനത്തിൽ തന്നെ അവർ തിരിച്ച് ഈ ദൗത്യസേനകളെ ഹെലികോപ്റ്ററിൽ എത്തിക്കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ കേരളം ഇതുവരെ പരിചിതമല്ലാത്ത ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നാളെ തങ്ങൾ പിന്മാറാൻ തയ്യാറല്ല എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ആർമിയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും അതുപോലെ വനംവകുപ്പും ഒക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നാളെ അവരുടെ
തെരച്ചിൽ എന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകിയത്.